ടീച്ചർ ഒന്നും കേൾക്കണില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. കേക്കാലോ? ഇപ്പൊ കേക്കാം. ഗുഡ് മോർണിംഗ് മാം. പ്രയർ ആരാ? പ്രയർ ആരാണല്ലോ? ആരുഷി മാം. അതിലെയാണോ? ഓക്കേടാ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. We offer you, O God, our studies and our prayers, and we beg you to enlighten our minds and make us ever pleasing to you. Thank you, God. താങ്ക് യു. ഇന്ന് സൈൻ ആരാണ്? സൈൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. തോട്ട്സ് ഓഫ് ദ ഡേയോ? ആരുമില്ലേ ഇന്ന്? ഒരാളും ഇണ്ടാണ്ടിരിക്കണേ. സൈനിൽ ഞാൻ ചെയ്യാം മാം. ഓക്കേടാ. Good morning everyone. Today we get another day for learn and discuss. Here is our beautiful Abarna Miss take the class for us. This is Safna signing. താങ്ക് യു. ഓക്കെ, നമ്മള് പാർട്ട് 4ലേക്ക് കടന്നു. പാർട്ട് 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ? എന്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ പാർട്ട് 3 ടീച്ചർ എടുത്തോണ്ടിരിക്കുകയാണ്. പാർട്ട് 4 യൂണിറ്റ് 8 ആണ് ഞാൻ എടുക്കുന്നത്. എല്ലാവരും കയ്യിൽ എടുത്ത ബുക്ക്. നമ്മൾ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണോ? ട്രെയിനിങ്ങിന് പോകുന്നുണ്ടോ? ഓക്കെ, നല്ല കാര്യം. വേഗം ട്രെയിനിങ്ങിന് പോയിട്ട് നമ്മുടെ മൊഡ്യൂള് 3 ആവുമ്പോഴേക്കും എല്ലാവരോടും ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറയണം കേട്ടോ. കാരണം മൊഡ്യൂൾ 3 ആവുമ്പോഴേക്കും നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ സെഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സുകളെ കുറിച്ച് പറയണത് മൊഡ്യൂൾ 3ലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോണ ചാപ്റ്റർ ആണ് ഗുഡ് മാനേഴ്സ്. ജസ്റ്റ് ഗുഡ് മാനേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഹെൽത്തി ഹാബിറ്റ്സ്. ഗുഡ് മാനേഴ്സ് എന്താണ്? എന്തൊക്കെയാണ് ഗുഡ് മാനേഴ്സ്? ഓരോരുത്തരും ഓരോ പോയിന്റ് പറഞ്ഞാൽ മതി. റെസ്പെക്ട് ചെയ്യുന്നത്. എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, അത് ഗുഡ് മാനേഴ്സിന്റെ ഭാഗമാണ്. വേറെ? ഒരാളെ കാണുമ്പോൾ വിഷ് ചെയ്യുക. വിഷ് ചെയ്യുക, ശരിയാണ്. നമ്മളിപ്പോ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയണത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നിങ്ങളും ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ കുട്ടികൾ ഇങ്ങനെ ഗുഡ് മോർണിംഗ് മിസ് എന്ന് പറയുമ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, അത് നല്ലതാണ്. മിസ് പേജ് നമ്പർ ഒന്ന് പറയാവോ? എന്താണ് പ്രചിത? പേജ് നമ്പർ ഒന്ന് പറയാവോ? മുതിർന്നവരെ ബഹുമാനിക്കുക. 182 ആണോ? ഒന്ന് പേജ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്. വേറെന്തൊക്കെയാണ് ഗുഡ് മാനേഴ്സ്? ഒരു സ്കൂളിലെ നമ്മൾ ഫോളോ ചെയ്യുക. ഭയങ്കര ഡിസ്റ്റർബൻസ്. മോനെന്താ പറഞ്ഞ? ജീവൻ എന്താ പറഞ്ഞേ? ക്ലാസ്സിൽ നമ്മൾ പാലിക്കേണ്ട റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, റൂൾസ് റെഗുലേഷൻസ് ഒരു സ്കൂളിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ്, നമ്മള് മറ്റുള്ളവരോട് വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം. അതെ, സ്നേഹത്തോടെ സംസാരിക്കാം, ഹെൽപ്ഫുൾ ആയിരിക്കാം. അതൊക്കെ ഗുഡ് മാനേഴ്സിന്റെ ഭാഗമാണ്. പിന്നെ വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. എന്താണ്? വലിയവരെ ബഹുമാനിക്കല്. എൽഡേഴ്സിനെ ബഹുമാനിക്കാം, റെസ്പെക്ട് ചെയ്യാം. ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യാം, പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഗുഡ് മാനേഴ്സിന്റെ ഭാഗമാണ്. ഷെയറിംഗ് മെന്റാലിറ്റി. ഷെയർ മെന്റാലിറ്റി ഓക്കെ, ഗുഡ് മാനേഴ്സ് ആണ്.
അപ്പൊ ഒരുപാട് മാനേഴ്സ് നമുക്ക് അറിയാം കുട്ടികളിൽ, ഒരുപാട് രീതിയിലുള്ള മാനേഴ്സ് നമുക്ക് എന്താ അറിയാം. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഗുഡ് മാനേഴ്സിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ക്ലാസിഫൈ എന്നല്ല പറയാണ്. മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിനോട് കാണിക്കേണ്ട മാനേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് മാത്രം മതി, ബാക്കി ആരും നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ആയിരിക്കില്ലേ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ നിൽക്കാനുണ്ട് എന്ന് പറയുമ്പോ അല്ലെ. എ ട്രൂ ഫ്രണ്ട് ഈസ് someone who helps when you need it. നമ്മള് എപ്പോഴാണോ ഒരു സഹായം വേണ്ടത് ആ നിമിഷം നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മുടെ നല്ല സുഹൃത്ത് എന്ന് പറയും. എല്ലാവർക്കും ഒരു നല്ല സുഹൃത്ത് ആവശ്യമാണ്. എനിക്കുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ചെറുപ്പം മുതലേ അല്ലെങ്കിൽ എവിടെയെങ്കിലും. ആ ഒരു ഫ്രണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, അവളൊക്കെ ആ ഒരു ഫ്രണ്ടിനെ നമ്മൾ ത്രൂ ഔട്ട് ആ കോണ്ടാക്ട് നഷ്ടപ്പെടാതെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും, നമ്മുടെ കൂടെ കൊണ്ടുപോകും. എവിടെയൊക്കെ എത്ര ദൂരെ പോയാലും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കളയില്ല. അത്രയും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ? നിങ്ങൾക്കൊന്നും ഫ്രണ്ട്സ് ഇല്ല? ഉണ്ട്. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോ അവളോട് ആ കാര്യം പറയുമ്പോ ഭയങ്കര എന്താ പറയാ, നമുക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സങ്കടം അല്ലെങ്കിൽ നമ്മുടെ വിഷമം പരിഹരിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണത്, ആ ഫ്രണ്ടിനോട് അത് കാര്യം പറയണത്. പക്ഷെ എന്താണ്, നമ്മളെ കേൾക്കാനായിട്ടൊരാളുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാനുള്ള ഒരാളുണ്ടല്ലോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് ആശ്വാസമായിരിക്കും. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. കാരണം നമുക്ക് എന്തോ ഒരു വിഷമമുണ്ട്, നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അവളോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഞാനൊന്ന് കൂളാവും. അല്ലെങ്കിൽ അവൾക്കും അങ്ങനെ തന്നെ, അവള് ഭയങ്കര ഹാപ്പി ഒക്കെ ആണെങ്കിൽ എന്നെ വിളിക്കേയില്ല. എന്തെങ്കിലും സങ്കടം അവൾക്ക് തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ വിളിക്കൂട്ടെ. അപ്പൊ ഞാൻ ചോദിക്കും, എനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടായേ? ഇല്ലടി വേറെ പ്രശ്നമൊന്നും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആളുടെ കഥ അങ്ങോട്ട് പറയും. ഞാൻ ഫുള്ളും കേട്ടിരിക്കും. ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കൂല, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യുക അതിങ്ങനെ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ കേട്ടിരുന്നിട്ട് ഓക്കെ കുഴപ്പമില്ല ഡാഡി, ആ പരിഹാരമല്ല, അവർക്ക് ഒരാളെ കേൾക്കാൻ, അവള് പറയണത് മനസ്സിലാക്കാൻ ഒരാൾ വേണമെന്നാണ് അവൾ ആ സിറ്റുവേഷൻ ഫീൽ ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എല്ലാം കേട്ടിരുന്നിട്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല, നീ ഒന്ന് കൂളാവ്, അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാൻ പറയും. അതേപോലെ അവൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ട് ഒരു കൺഫ്യൂഷൻ വന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവൾ എന്നെ വിളിക്കും. ഇത് എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്ന സിറ്റുവേഷൻ, എന്താണ് എടുക്കണോ വേണ്ടേ എന്ന് തോന്നുമ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്നെ വിളിക്കും. എന്നോട് ചോദിക്കും, ഞാൻ ഈ സിറ്റുവേഷനിൽ എന്ത് അഭിപ്രായമാണ് എടുക്കേണ്ടത്, നീ പറയണത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇതേപോലെ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അവളുടെ ലൈഫിൽ നല്ലതായിരിക്കുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന മിക്ക കാര്യങ്ങളും അവൾക്ക് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. ജോലിയുടെ ഒക്കെ കാര്യമാണെങ്കിൽ ആള് ഞങ്ങള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത്, ഡിഗ്രി കഴിഞ്ഞു, CMA കഴിഞ്ഞു, അത് കഴിഞ്ഞ് അവള് ഹുസാറ്റിലാണ് കയറിയത്, കൊച്ചി യൂണിവേഴ്സിറ്റിയില്. അപ്പോ അവിടെ കയറുന്നതിന് മുമ്പായിട്ട് അവർക്കൊരു റിനേൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലില് എന്താണ് ഇതിൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹുസാറ്റിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു റിനേല് ഹോസ്പിറ്റലാണ്, നമുക്ക് എപ്പോ വേണമെങ്കിലും ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നീ ഹുസാറ്റി പൊക്കോ, കാരണം എന്താണ് യൂണിവേഴ്സിറ്റി ആണ്, എക്സ്പീരിയൻസിന് നല്ല വാലിഡിറ്റി ഉണ്ട്. അപ്പൊ നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ 5 വർഷം അവള് ജോലി ചെയ്തു. അപ്പൊ അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് അവൾ അവിടുന്ന് എന്ത് ചെയ്ത് നല്ല ശമ്പളം ഉണ്ടാകും. നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സാലറിയാണ്, കാരണം യൂണിവേഴ്സിറ്റി ആണല്ലോ. അത് കഴിഞ്ഞ് ഇപ്പൊ അവള് എയിംസിലാണ് കയറിയിരിക്കുന്നത്. എയിംസ് എന്ന് പറയുന്നത് ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പൊ ഇതിൽ ജോലി കിട്ടിയപ്പോൾ അവൾ എന്നോട് ചോദിച്ച് ഹുസാറ്റി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വിളിക്കുകയായിരിക്കും, അപ്പോ ഞാൻ എന്തെടുക്കണം, തീരുമാനം എടുക്കണം ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് എയിംസ് ആണ്, കാരണം സ്ഥിര വരുമാനമാണ്. ഹുസാറ്റ് എന്ന് പറയുമ്പോൾ അവിടേക്ക് പോസ്റ്റിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറ്റും, കോൺട്രാക്ട് ബേസ് ആണല്ലോ, അപ്പൊ അത് മാറ്റാനുള്ള ചാൻസ്. സോ നീ ഇതിൽ പോയിക്കോളാൻ പറഞ്ഞു. ആളെന്ത് ചെയ്തു, ആളിപ്പോ എയിംസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേട്ടാ, നമുക്കൊരു തീരുമാനം നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മൾ അത്രയും നമ്മളെ പോലെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആള് നമുക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് ആരുണ്ടാവും, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞോന്നുള്ളൂ, എന്റെ ലൈഫിൽ നടന്നൊരു എക്സാമ്പിൾ പറഞ്ഞത്. മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ്, ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഏതാണത്? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. എന്താണ് അതിന്റെ മീനിങ് അറിയോ? ഡയലോഗ് അടിക്കാറില്ലേ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. അറിയോ അതിന്റെ മീനിങ്? ട്രൂ ഫ്രണ്ട്സ് എഴുതി വെച്ചോട്ടെ മീനിങ്. എ ട്രൂ ഫ്രണ്ട്
is someone who helps when you need it. ഒരു നല്ല സുഹൃത്ത്, ഒരു ട്രൂ ഫ്രണ്ട് ആണെങ്കിൽ അദ്ദേഹം എന്താണ്, നമുക്ക് എപ്പോഴാണോ സഹായം ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മുടെ ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എ ട്രൂ ഫ്രണ്ട് ഈസ് സമ്മൺ ഹൂ ഹെൽപ്പ് വെൻ യു നീഡ് ഇറ്റ്. എഴുതി വെച്ചോ എല്ലാവരും? എന്തൊക്കെ ആരും ഒരു ആക്റ്റീവ് അല്ലല്ല? ഒന്നുകൂടി ഒന്ന് പറ മിസ്സേ. എന്താണ്? ഒന്നും കൂടി ഒന്ന് പറയുവോ? ഓക്കേടാ. A true friend is someone who helps when you need it. When you need it. Good friend is must for everybody. എല്ലാവർക്കും വേണ്ട സുഹൃത്തുക്കൾ. ചെറുപ്പത്തിലെ കുട്ടികൾ പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. അപ്പൊ ഭയങ്കര കാര്യത്തോട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇന്റിമസി ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും വേണം എന്ത്, ബെസ്റ്റ് ഫ്രണ്ട്. സോ വി ഹാവ് ടു ഗുഡ് ഫ്രണ്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ ഫ്രണ്ട്ഷിപ്പ് ഈവൻ വിത്ത് ആൻ എംപത്തറ്റിക് മൈൻഡ്. നമ്മൾക്ക് എന്ത് വേണം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണം, ഗുഡ് ഫ്രണ്ട്സ് വേണം, നല്ല ഫ്രണ്ട്സുകൾ വേണം. മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരു അനുകമ്പയോട് കൂടിയുള്ള മനസ്സോട് കൂടിയാണ് നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടീച്ചേഴ്സ് ഷുഡ് അസേർട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് കുട്ടികളുടെ ടീച്ചർ അല്ലെങ്കിൽ ഗൈഡ് ആവണേക്കാളും നല്ല ഇഷ്ടം എനിക്ക് ആ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണ്. കാരണം ആ ഒരു ഫ്രണ്ടായിട്ട് നിന്നുകൊണ്ട് എനിക്ക് അവരെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങളെ ആയാലും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ആ ഒരു രീതിയിൽ നിൽക്കണേലും എനിക്ക് നിങ്ങളോടൊക്കെ എന്താ പറയാ, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നിൽക്കണേന് ഇഷ്ടം. അപ്പൊ എന്താണ്, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് നമ്മൾ എന്തായിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. ആൻഡ് ഗീവ് some instruction to how to maintain friendship through manners. എങ്ങനെയാണ് കുട്ടികളുടെ ഇടയിൽ നല്ല മാനേഴ്സോട് കൂടി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ടീച്ചേഴ്സ് ഷുഡ് അസേർട്ട് the importance of good friendship and give some instruction on how to maintain friendship through manners. എങ്ങനെയാണ് നല്ല മാനേഴ്സോട് കൂടി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യണം, കുട്ടികളോട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സ് ഇവിടെ ടെസ്റ്റിൽ ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. ആർക്കൊന്നും ആഡ് ചെയ്യാനില്ല? മനസ്സിലായോ മക്കളെ? യെസ് മിസ്, നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നല്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണ്, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ ഈച്ച് അതർ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഹോണസ്റ്റ് ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങള് കുട്ടികൾ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് അറിയില്ല ക്വാളിറ്റീസ് ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കണം. കാരണം ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കണം കേട്ടോ. ഒരു മിഠായി കിട്ടിയാൽ പോയി നിങ്ങളത് ഷെയർ ചെയ്ത് കഴിക്കണോട്ടാണ് നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ ആക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ബാത്റൂം മാനേഴ്സ്? ഓൺവേഴ്സ് ചോദിക്കാം. ആരെങ്കിലും അശ്വതി ബാബു, എന്തൊക്കെയാ ബാത്റൂം മാനേഴ്സ്? ഇത് നോക്കിയൊന്നും വേണ്ട കേട്ടോ, ഓണറിയുന്ന ബാത്റൂം മാനേഴ്സ് പറഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബാത്റൂം മാനേഴ്സ്. ബാത്റൂമോ? അയ്യോ, ഞാൻ ക്ലാസ് റൂം എന്നാ മിസ്സേ കേട്ടെ. എന്താണ്? ഞാൻ ക്ലാസ് റൂമിലാണ്. ഓക്കെ ഓക്കെ, ബാത്റൂം ആണ്ടാണ് ബാത്റൂം മാനേഴ്സ് ഞാൻ പറഞ്ഞത്. മിസ്സേ ബാത്റൂമിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് കൈയും വായിച്ച് കഴുകും. പിന്നെ ടോയ്ലറ്റ് ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ എന്തൊക്കെയാ? ചെരുപ്പ് ധരിക്കുക. ഓക്കെ, നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ധരിക്കാം. ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ചെരുപ്പ് നമ്മൾ വെച്ചാൽ മതി, അത് ധരിച്ചിട്ട് കയറാൻ നല്ലതായിരിക്കും. കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണ്ടേ ബാത്റൂമിൽ പോയതിനു ശേഷവും? ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ പോയതിനു ശേഷം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതേപോലെ തന്നെ
എന്താണ് പിന്നെ എല്ലാവർക്കും തനിയെ ഇത് ടവൽസ് അതുപോലെ സോപ്പ് എല്ലാം യൂസ് ചെയ്യാം. ഒരാൾ യൂസ് ചെയ്യുന്നത് തന്നെ എല്ലാവരും യൂസ് ചെയ്യാതിരിക്കുക. സോഫി എന്താ പറഞ്ഞേ? കാലുകൾ കഴുകിയിട്ട് വേണം ഇറങ്ങാന്. ഓക്കെ, കറക്റ്റ് ആണ്. നമ്മള് സ്കൂളുകളിൽ കണ്ടിട്ടുണ്ടാവും ഈ ബാത്റൂം ചുമരെന്ന് പറയണതില്ലേ, എന്താ പറയാ, ഭയങ്കര കലാവിരുതായിരിക്കും. എഴുതി വെക്കും എന്തെങ്കിലൊക്കെ. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് ബാത്റൂമിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന, പേര് എഴുതി വെച്ചിരിക്കണേക്ക അല്ലെ? അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും എന്താണ് ബാത്റൂം മാനേഴ്സ് അല്ല എന്ന് കുട്ടികളോട് പറയണം. ഇങ്ങനെ എന്തെങ്കിലും സ്കെച്ച് പെൻ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പേര് എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യണത് ബാത്റൂം മാനേഴ്സിൽ വരില്ല. പിക്ചേഴ്സ് വരയ്ക്കാം, അതേപോലെ വേസ്റ്റ് ഇടാം. വേസ്റ്റ് അതേപോലെ എന്താണ് കുട്ടികളാണെങ്കിൽ ഡയപ്പർ ആയാലും സ്നാഗി ആയാലും അവിടെ എന്ത് ചെയ്യണത് ഇടണത് നല്ലതായിരിക്കില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ എന്തെങ്കിലും ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ ബാത്റൂമിൽ പോകുമ്പോ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇന്റർവെല്ലില് കറക്റ്റ് ആയിട്ട് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോണത് എന്ത് ചെയ്യണം, അവർ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഒരുപാട് അസുഖങ്ങൾ നമ്മളിങ്ങനെ യൂറിൻ പാസ് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അത് കഴിഞ്ഞു വരുന്നതൊക്കെ നമ്മുടെ കിഡ്നി പ്രോബ്ലംസ് ബാധിക്കും എന്ന് കുട്ടികളിൽ ചെറുപ്പത്തിലെ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യണം നല്ലതാണ്. കാരണം ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു ഏജിൽ 30-35 ആ ഇയേഴ്സോളം സ്ത്രീകള് അല്ലെങ്കിൽ പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം ആണ് കിഡ്നി പ്രോബ്ലം. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ചെറുപ്പത്തിലേ നമ്മൾ അവരെന്ത് ചെയ്യാം, ടോയ്ലറ്റിംഗ് ഹാബിറ്റ്സ് ശീലിപ്പിക്കാം. ഓക്കെ, ബാത്റൂമിൽ പാട്ട് പാടുക, സംസാരിക്കുന്നതൊക്കെ ഒഴിവാക്കാം. സ്കൂളുകളിലെ ബാത്റൂമിൽ അങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതല്ല. ഓക്കെ, നമുക്ക് നോക്കാം ടെസ്റ്റിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേന്ന്. By taking a bath, how to behave? It must every day using other soaps and towel. നമ്മളപ്പ എങ്ങനെയാണ് ബാത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് നോക്കാം. ടവൽസും സോപ്പും ഒക്കെ നമ്മളുടെ തന്നെ യൂസ് ചെയ്യാനായിട്ട് എന്താണ് ശീലിക്കാം. ദി പിയേഴ്സ് ആർ ബാഡ്. ആ PEAR എന്നുള്ളവിടുത്തെ പി വെട്ടിക്കളഞ്ഞു കേട്ടോ. നമ്മൾ ചെവിയിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ പോണത് നല്ലതല്ല. പിയേഴ്സ് എന്നല്ല, ഇയേഴ്സ് എന്നാണ് അത്. നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ ബുക്കിൽ എങ്ങനെയാ എഴുതിയിരിക്കണേ? ഇതൊന്ന് എഡിറ്റ് ചെയ്തേക്ക്. ഇയർ എന്നാക്കിക്കോ, ഇയേഴ്സ് ആർ ബാഡ് എന്നാക്കിക്കോ. ഓക്കെ, നമ്മള് ഒരുപാട് മുങ്ങിക്കൂലി അതേപോലെ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ചെവിയിലൊക്കെ വെള്ളം പറ്റുന്ന ഒരുപാട് പ്രശ്നമാണ്. കുട്ടികളെ ബാത്റൂം മാനേഴ്സ് നമ്മൾ പഠിക്കണം. ടൈപ്പോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ വോൾസ്, നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ചെല്ലുമ്പോ മെൻസിന്റെ ഏത് കൂടുതൽ ഞാൻ ആൺകുട്ടികളുടെ ഒക്കെ ബാത്റൂമിൽ പോകുകയാണെങ്കിൽ ആ ബാത്റൂം നിറച്ച് പേരുകളും എന്തൊക്കെ എഴുതി വെക്കാൻ പറ്റുമോ, പടമൊക്കെ വരച്ചു വെക്കാൻ പറ്റുമോ അത്രയും അവർ വരച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളതൊന്നും പെർമിറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഞങ്ങളുടെ എൻ്റെ ഒരു എന്താ പറയാ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. ഇതേപോലെ ഞങ്ങളുടെ മെൻസിന്റെ ടോയ്ലറ്റിൽ ഇതേപോലെ ഒരുപാട് പടം വരച്ചു വെച്ചിരിക്കുകയാണ്. പടവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് എഴുതി വെക്കാം, ഗേൾസിന്റെ പേര് എഴുതി വെക്കാം. അങ്ങനെ കുറെ പ്രശ്നമായി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ എന്ത് ചെയ്തു വെച്ചാല് ഈ ആൺപിള്ളേരുണ്ടല്ലോ, ആൺപിള്ളേരെല്ലാവരും വിളിച്ചുകൊണ്ട് പോവാണ്. എല്ലാ ക്ലാസ്സിലെ ആൺപിള്ളേരെയും കൂടി എവിടെ ഞങ്ങൾക്കൊരു ഹാളുണ്ട്, ഷർമ്മ ഹാളാണ്, അവിടെ മീറ്റിംഗ് നടത്തി കഴിഞ്ഞ് പിന്നെ അവർ കാണുന്നത് എല്ലാവരും ഈ ചൂലും ബക്കറ്റും പൊതിമടലിന്റെ ഒക്കെ മടലൊക്കെ ആയിട്ട് പോണതാണ്. എന്താ വെച്ചാൽ എന്താ ഇവിടെ പോണ്, ആമ്പിള്ളേരെ മാത്രം മീറ്റിംഗ് നടത്തിയപ്പോ നമുക്ക് അറിഞ്ഞുകൂടല്ല, ഗേൾസ് ഒക്കെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. ഇവിടെ പോണെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും ബാത്റൂം ക്ലീൻ ആക്കാണ്. കാരണം എന്താണ്, ഇതേ പരിപാടി ഈ എന്താണ് ടൈപ്പോഗ്രഫി ബോൾസിൽ മൊത്തം പേരും പടവും ഒക്കെ വരച്ചു വെച്ചിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരാളും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ബാത്റൂമില് ഒരു പടവും വരയ്ക്കാനായിട്ട് നിന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ പെയിന്റ് ഒക്കെ അടിച്ച് പിന്നെ ഒരാൾ പോലും വരയ്ക്കാനായിട്ട് പേടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെ പ്രിൻസിപ്പാൾ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നമ്മള് അവോയ്ഡ് ചെയ്യണത് നല്ലതായിരിക്കും. ഡ്രോയിങ് പിക്ചേഴ്സ് ഓൺ ബാത്റൂം ഡോറിൽ പിക്ചേഴ്സ് വരയ്ക്കുക, അതൊക്കെ എന്താണ് ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. പുട്ടിങ് വേസ്റ്റ് ആർ ടു ബാഡ്. നമ്മൾ ബാത്റൂമിൽ മറ്റുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്നിരുന്നതും നല്ലതല്ല. ഇപ്പൊ പാഡ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ബാത്റൂമിൽ ഇടുന്നത് നല്ലതല്ല. ഡൈപ്പേഴ്സ് ആയാലും അങ്ങനെ നേരെ ഡൈപ്പേഴ്സ് ഒന്നും കൊണ്ടുവന്ന് അതിലിടരുത്. സോ കറക്റ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് ഗീവ് റൈറ്റ് ഇൻസ്ട്രക്ഷൻ by they go to the bathroom and toilet.
നമ്മുടെ ബാത്റൂമിലോ ടോയ്ലറ്റിലോ ഒക്കെ കുട്ടികൾ പോകുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ട് ചെയ്യണം. കറക്റ്റ് രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ അവർ ശീലിക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ലൈഫ് അവർ എന്ത് ചെയ്തോളും, ഫോളോ ചെയ്തോളും. Give strict commands when you send the student for the intervals. നമ്മൾ ഇന്റർവെല്ലില് ബാത്റൂമിലേക്ക് വിടുമ്പോൾ കുട്ടികളോട് പറയണം, ഇന്റർവെൽ ഇത്ര മിനിറ്റ്സ് ആണ്, നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് വേഗം തിരിച്ചു വന്നോളണം. വരുമ്പോ നല്ല രീതിയിൽ കൈയൊക്കെ വാഷ് ചെയ്ത് കാലൊക്കെ കഴുകിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ബാത്റൂമിൽ തിരിച്ചു വരാനായിട്ട്. എന്നൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം. ഗോ 1 by 1, ഓരോരുത്തരായിട്ട് ബാത്റൂമിൽ പോകണം. ഗോ സൈലന്റ്ലി, അധികം എന്ത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, സംസാരിക്കരുത്, ഒരുപാട് ഒച്ചപ്പാടെടുക്കണം, വർത്താനം പറയണം, അങ്ങനെ ഒന്നും ബാത്റൂമിൽ പോയിട്ട് ചെയ്യണത് നല്ലതല്ല. ഡു നോട്ട് സ്ക്രിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതുക, ബാത്റൂമിലെ ഡോറിലോ ഭിത്തിമയോ അങ്ങനെ ഒന്നും എഴുതിയിടാൻ പാടില്ല. അല്ലെങ്കിൽ പുറത്തായാലും പടമൊന്നും വരച്ചെടുക്കാൻ പാടില്ല. ഡു നോട്ട് പുൾ ഓർ പുഷ് അതേഴ്സ്, മറ്റുള്ളവരെ തള്ളാനോ ഇങ്ങനെ നീക്കാനോ അങ്ങനെ പുഷ് ഒന്നും ചെയ്യാൻ പാടില്ല. ഫോർ എനഫ് വാട്ടർ, അവിടെ നല്ല രീതിയിൽ എനഫ് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിക്കണം, കമ്പൽസറി ഒഴിക്കണം. വാഷ് ദ ഹാൻഡ്സ്, വാഷ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്, കൈയും കാലും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കഴുകണം. ഡു നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ഇൻ ദ ബാത്റൂം, ബാത്റൂമിലെ വാട്ടർ കുടിക്കരുത്. കാരണം ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ അത്രയും ബാത്റൂം എന്ന് വെച്ചാൽ അത്രയും മലിനമായിട്ടുള്ള പ്ലേസ് ആണ്. നമ്മളിപ്പോ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിൻ വഴി ഒരുപാട് അസുഖങ്ങൾ വരും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബാത്റൂം വഴി, അല്ല ബാത്റൂം വഴി എന്നല്ല, ഈ എക്സ്ക്രീഷൻ വഴി വരുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. Put the diapers at right place. Diapers wear ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് പ്ലേസിൽ വേസ്റ്റ് ബിന്നിൽ ഇടണം. യൂസ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി, നമ്മൾ എന്ത് ചെയ്യണം, ടോയ്ലറ്റ് യൂസ് ചെയ്യണം. Put the sib correctly and carefully. ആൺകുട്ടികളോട്, കുഞ്ഞു ആൺപിള്ളേർക്ക് ഒന്ന് സിബ് ഇടാൻ അറിഞ്ഞൂടാ. അവന്മാര് ആ സിബ് ഇട്ട് തുടങ്ങുന്ന കാലത്താണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് സിബ് ഇടണം എന്ന് അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. The above instruction definitely guide the students in right way. കറക്റ്റ് ആയിട്ട് നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി കൊടുക്കണം. In this way they can get good bathroom behavior. ഇങ്ങനെ ആവുമ്പോ കുട്ടികൾക്ക് ഗുഡ് ബാത്റൂം ബിഹേവിയർ എന്ത് ചെയ്യും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഈ സിബ് ഇടാനും ലേസ്, ഷൂവിന്റെ ലേസ് കെട്ടാനൊക്കെ നമ്മളില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കണം. കുട്ടികൾക്ക് സിബ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഒന്നും അറിഞ്ഞൂടാ, കുഞ്ഞു കുട്ടികളല്ലേ. നമ്മൾക്ക് വരുന്നത് 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെയാ സിബ് ഇത് കുത്തണേന്നോ അല്ലെങ്കിൽ നമ്മുടെ ഷൂവിന്റെ ലേസ് കെട്ടണേന്നോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മോഡ്സോറിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട്, എന്ന് വെച്ചാൽ ഒരു ബോർഡ് പോലെ എടുത്തിട്ട് അതിലെ സിബ്, സാധാരണ സിബ് 2 ഇതായിട്ട് നമ്മൾ സിബ് ഇടാനായിട്ട് പഠിപ്പിക്കണം, നല്ലതായിരിക്കും. കുട്ടികൾ ഇങ്ങനെ സിബ് പൂട്ടിക്കാനായിട്ട് പഠിപ്പിക്കണം. ഒരു ഫ്രെയിം ഒക്കെ വെച്ചിട്ട്, ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ട്, ഒരു ഫ്രെയിം എടുക്കാം, എന്നിട്ട് അതില് ഒരു തുണി വെക്കുക, 2 സൈഡിലും തുണി വെച്ചിട്ട് സിബ് ഇങ്ങനെ പൂട്ടാനായിട്ടില്ലേ, അങ്ങനെ പൂട്ടണത് കുട്ടികളെ പഠിപ്പിക്കണം, നല്ലതായിരിക്കും. കുട്ടികൾക്ക് ആർക്കും ഭൂരിഭാഗം കുട്ടികൾക്കും അറിഞ്ഞുകൂടാ എങ്ങനെയാണ്, ആൺപിള്ളേർക്കും അതേപോലെ പെൺപിള്ളേർക്കും എങ്ങനെയാണ് സിബ് പൂട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കണം, നല്ലതായിരിക്കും. പാന്റിന്റെ ഒക്കെ സിബ് ഇത്തിരി ടൈറ്റ് ആണ്, ജീൻസിന്റെ ഒക്കെ ചെറിയ കുട്ടികളുടെ ജീൻസിന്റെ ഒക്കെ സിബ് ഇത്തിരി ടൈറ്റ് ആണ്. അപ്പൊ അതേപോലത്തെ സിബ് എങ്ങനെയാണ് കൂട്ടണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം, നല്ലതായിരിക്കും. ഇത്രയും ഒന്ന് വായിച്ചേ, മാനേഴ്സ് വിത്ത് ഫ്രണ്ട്സും ബാത്റൂം മാനേഴ്സ് ഒന്ന് വായിച്ചേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും തയ്ക്കാനായിട്ട് അറിയോ? ഞാൻ തയ്ക്കുന്നതാ. ആണോ മോനെ? സിബ് നമ്മളിങ്ങനെ ഡ്രസ്സിനൊക്കെ സിബ് ബാക്കിൽ വെക്കില്ലേ? ചുരിദാറിന്റെ ഒക്കെയാണോ മിസ്സേ? ചുരിദാറിന്റെ ഒക്കെ ബാക്കിൽ സിബ് വെക്കില്ലേ? അതേപോലെ ഒരു ഫ്രെയിമിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോടാ? ചെയ്യാം. ഒരു ഫ്രെയിമില് ഒന്ന് സിബ് വെച്ചിട്ട് ഇങ്ങനെ ഒരു നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം, അങ്ങനെ ഫ്രെയിമിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ?
ടീച്ചറെ ഫ്രെയിമിൽ എന്ന് പറയുമ്പോ എന്തേലും ചെറിയ പലകയാണോ ഉദ്ദേശിച്ചത് അതോ പലകി അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റണം. ഇങ്ങനെ ഫ്രെയിമിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റണം കറക്റ്റ്. അപ്പൊ ഇങ്ങനെ സിപ്പ് ഓപ്പൺ ആവണതും അതിങ്ങനെ അടയ്ക്കുന്ന രീതിയിലും കാണിക്കാനായിട്ട് പറ്റുമോ എനിക്ക്? ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു എന്താ പറയാ ജീൻസിന്റെ അങ്ങനെ മതിയാവോ? ഇച്ചിരി കട്ടിയുള്ള നമുക്ക് വലിച്ചു കയറ്റി പലകയിൽ നമുക്ക് തുണി കുറച്ച് ഇങ്ങനെ നടുക്കായിട്ട് നിൽക്കും. അങ്ങനെ നിന്ന് കഴിയുമ്പോ പലകയിൽ വെച്ച് കഴിയുമ്പോ അത് എങ്ങനെയാവും എനിക്ക് അറിയത്തില്ല. കട്ടിയുള്ള ജീൻസിന്റെ ഒരു 3-4 തുണി ഇങ്ങനെ ഒരുമിച്ച് അടിച്ചു വെച്ച് സിബ് വെച്ച് നമുക്ക് പിടിച്ച് അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ ചെയ്തൊന്ന് കാണിച്ചു തരണോട്ടെ ഞങ്ങൾക്ക്. അടുത്തത് ട്രെയിനിങ്ങിലാവും സ്കൂളിൽ. അപ്പൊ ഒരു 5 ദിവസം മതിയാവോ അതോ അത് അടുത്ത ദിവസം മതി, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി. ഞാനതൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് എനിക്ക് ആക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടിട്ടാ. ശരി. അതങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. നമുക്ക് തുണിയേല് വെക്കാൻ പറ്റുമല്ലോ, അത് പലകയിൽ എങ്ങനെ? അല്ലെങ്കിൽ ഒരു ഫ്രെയിം നമുക്ക് ഒരു ഫ്രെയിം പോലെ കിട്ടും ഞങ്ങൾക്ക്. ഈ ഷൂവിന്റെ ഒക്കെ ലേസ് എങ്ങനെയാണ് കെട്ടണേന്നും അതേപോലെ അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു ഫ്രെയിം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറ്റാണെങ്കിൽ കാണിച്ചു തരാം. കാർഡ്ബോർഡ് ആയിരിക്കോ? അതാവുമ്പോ ചിലപ്പോ സ്റ്റിച്ച് വീഴുമായിരിക്കും. കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും ചെറിയ. ഇത് പലകാന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര കനമുള്ളതൊന്നും അല്ലാടോ. ചെറിയ നമ്മുടെ കുഞ്ഞു പിള്ളേരെ സ്ലൈറ്റ് ഇല്ലേ, ആ ബ്ലാക്ക് ബോർഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട്. അതില് ചിലപ്പോ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാമോ? നോക്കട്ടെ കേട്ടോ ടീച്ചറെ, ഞാൻ ചെയ്ത് നോക്കാം ശരിയാവും. അതൊക്കെ. കാരണം ഞാൻ തയ്ക്കണ ഒരു ടീച്ചറെ അടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ചെയ്തത് അങ്ങനെയാ. അതെ. അപ്പൊ അങ്ങനെ ചെയ്യണം. ടീച്ചറിന്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നാ കാണിച്ചു തരാമോ? ഞാൻ ഇമേജ് കാണിച്ചു തരാം അടുത്ത ദിവസം എങ്ങനെയാണെന്ന്. ശരി. അത് ഫോണിലുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഇമേജ് കാണിച്ചു തരാം. പിന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണ് സിബ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സിബ് ഇടാൻ മാത്രം കുട്ടികൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വലിച്ചിടുന്ന ആ ഒരു രീതിയിലാക്കിയാൽ മതി. ഒരു ഫ്രെയിം ആയിരിക്കണം എന്നുള്ളൂ, നമുക്കത് ക്യാരി ചെയ്യാനൊക്കെ ഒരു കംഫർട്ടബിളിന് ഒരു നല്ലൊരു സ്ക്വയറിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളൂ. എടുത്ത് സൂക്ഷിച്ചു വെക്കാനുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റി ആണ്. മോനൊന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് നമുക്കത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കിയാലോ ബാത്റൂം മാനേഴ്സ്? ഓക്കെ, വായിച്ചു നോക്കിയ എല്ലാവരും? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ബാത്റൂം മാനേഴ്സ് ആണ്, നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ബെഡ്റൂം മാനേഴ്സ് എന്തൊക്കെയാണ്? ബെഡ്റൂം മാനേഴ്സ് എന്തൊക്കെയാണ്? ബെഡ്റൂം എപ്പോഴും ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കണം. ഉപയോഗിക്കുന്ന ബെഡ് അത് കൃത്യമായിട്ട് ബെഡ്ഷീറ്റ് ഓരോ ഡേയ്സിൽ വെച്ച് മാറ്റാനും അത് പ്രോപ്പറായിട്ട് വിരിച്ചിടാനും ഒക്കെ അവരെ പഠിപ്പിക്കണം. അതുപോലെ ബെഡ്റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് പ്രോപ്പർ പ്ലേസിൽ തന്നെ നീറ്റായിട്ട് വെക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ ബെഡ്റൂം മാനേഴ്സിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ ഉണരാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും നേരത്തെ ഉണരാനായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ഇപ്പൊ 9 മണിയൊക്കെ വരെയും കടന്നുറങ്ങും. 9 മണി അല്ലെങ്കിൽ 8:30 വരെയും കടന്നുറങ്ങും. അങ്ങനെ ശീലിപ്പിക്കരുത്. മാക്സിമം അവരൊരു 7 മണി അല്ലെങ്കിൽ ഒരു 6:30 ആ ടൈമിൽ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സിൽ പോകാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാരന്റ്സ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പാരന്റ്സിനോട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം, ഇത്ര സമയത്ത് കുട്ടീനെ എഴുന്നേൽപ്പിക്കണം, അതേപോലെ ഇത്ര സമയത്ത് കുട്ടീനെ ഉറക്കണം. കുട്ടികൾക്കൊക്കെ നല്ല സ്ലീപ്പ് ആവശ്യമുള്ളതാണ്, നല്ല റെസ്റ്റ് ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നേരത്തെ ഉറക്കാനും നേരത്തെ എഴുന്നേൽപ്പിക്കാനും ശീലിപ്പിക്കണം. ദെൻ നമ്മുടെ കൂട്ടത്തിലാന്ന് തോന്നണം ആരോ കുട്ടികളെ ശീലിപ്പിച്ചൊരു ശീലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു വരുന്നത് നമ്മളുടെ ആരെങ്കിലും ആണോ? നമ്മുടെ സ്റ്റുഡൻസിന്റെ ആരെങ്കിലും ആണോ? മക്കളാണോ അങ്ങനെ പറഞ്ഞു വരുന്നത് പറഞ്ഞത് പ്രാവശ്യം? എന്റെ ചെറിയ മോൻ അങ്ങനെ ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരിക. അത് എന്നോട് അവർ പറഞ്ഞ പോലെ തോന്നി. കാരണം മാനേഴ്സ് ആണ്, ശീലമാണ്, നല്ലതാണ്. കാരണം എന്താണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സാറുണ്ട് കേട്ടോ. അപ്പം നിനക്ക് ഇംഗ്ലീഷ് ആരെടുക്കണേ? ജോബ് സാർ.
സാറിനെ തന്നെ ഉദ്ദേശിച്ചത്. ജോബ് സാറ് നമ്മള് രാവിലെ ഇങ്ങനെ വരുമല്ലോ, നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുമ്പോ സാറിന് നിർബന്ധമാണ് എല്ലാവരും ഗുഡ് മോർണിംഗ് പറയണത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും. സാർ എവിടെയാണോ ഉള്ളത് അവിടെ വിളിച്ചിട്ട് സാറേ ഗുഡ് മോർണിംഗ് ഇട്ടാ. അപ്പൊ നമുക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. നമ്മളത് ശരി, നമ്മളൊരു ചെറിയൊരു സ്മൈൽ ചെയ്യാണ്. കാരണം നമ്മൾ ആ ഒരു ഇത്രയും ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നമുക്ക് ആ ഒരു എനർജി കിട്ടാണ്. അതേപോലെ തന്നെയാണ് ഡെയിലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഒരു ഗുഡ് മോർണിംഗോട് കൂടി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അതേപോലെ നമ്മൾ ഉറങ്ങുന്നേക്കാൾ മുമ്പ് എന്ത് പറയും, ഗുഡ് നൈറ്റും പറയണം. ഓക്കെ, കുട്ടികൾ നമ്മൾ തന്നെ ശീലിപ്പിക്കണം. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ഇതേപോലെ പറഞ്ഞ് ശീലിപ്പിക്കണം. ഗുഡ് നൈറ്റ് മോൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോഴേ ശീലിപ്പിച്ചു കഴിഞ്ഞാലും കുട്ടികളെ അത് ഫോളോ ചെയ്തോളും. പിന്നെന്താണ്, ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കാനൊക്കെ പറയാം. പിന്നെന്താണ്, നോക്കട്ടെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ മാനേഴ്സ് ഇത് പറയാനായിട്ട്? ബെഡ്റൂം മാനേഴ്സ് ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ? നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും? ഉണരുന്നതിന് മുൻപും ഉറങ്ങുന്നതിന് മുമ്പും ഉണരുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് എണീക്കും കിടക്കും ചെയ്യും. പ്രാർത്ഥിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിനും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഹാപ്പി ആയിരിക്കും. വേറെ? ഉണർന്നു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഒക്കെ നീറ്റാക്കി ഇടുക, ബ്ലാങ്കറ്റ് ഒക്കെ മടക്കിയിരിക്കുക. അതെ, ശരിയാണ്. പില്ലോ ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചുറ്റി ചുളുക്കി കിടക്കുന്നേക്കാളും നല്ലത് പ്രോപ്പർ ആയിട്ട് അങ്ങനെ വിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം കാണുമ്പോൾ തന്നെ ഒരു നല്ല ഫീൽ തോന്നും. വേറെ? കിടക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യാൻ പറയുക. ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യാൻ പറയാം. പിന്നെ ഞാൻ ശീലിപ്പിച്ച ശീലമാണ് അത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞൂടാ, കാല് നന്നായിട്ട് കഴുകിയിട്ട് വേണം വന്ന് കിടക്കാന്ന് പറയും ഞാൻ. ഇപ്പൊ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ രാത്രി കിടക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യും, ഞാൻ കാല് കഴുകിയിട്ട് വന്ന് എടുക്കുള്ളൂ. അപ്പൊ കാലിന് വേറെ അഴുക്കുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഹസ്ബൻഡ് ശീലിപ്പിച്ച് ഇപ്പൊ മോളും പോകും കാല് കഴുകാനായിട്ട്. അവള് എന്നിട്ടാ വന്ന് കിടക്കുന്നത്. അപ്പൊ ഞാൻ ശീലിച്ചൊരു ശീലമാണ്, അത് ഫോളോ ചെയ്യുന്നു. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കാല് കഴുകിയിട്ട് കിടക്കും. വേറെ ആരെങ്കിലും? എന്റെ സ്കൂളിൽ എന്റെ കുട്ടികൾ സരസ്വതി സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വേറെ സ്കൂളിൽ മാറ്റിട്ടോ. അപ്പൊ അവര് LKG തൊട്ട് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രാർത്ഥനകള്, ഹിന്ദുക്കളുടേതായിട്ടുള്ള മന്ത്രങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇവര് എണിക്കുമ്പോ തന്നെ രണ്ട് കൈവെള്ളി ഇങ്ങനെ പിടിച്ചിട്ട് എണിച്ച് കണ്ണ് തുറക്കുമ്പോ തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. കരാഗ്രേ വസ്തുതയെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രം ചൊല്ലും. അത് കഴിഞ്ഞിട്ട് ഭൂമി വന്ദനം, പിന്നെ പേരൻസിന്റെ പാദവന്ദനം. അപ്പൊ നമുക്ക് മനസ്സിലായി. അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാനോർത്ത് ഇവര് വേറൊരു സ്കൂളിലേക്ക് മാറി കഴിയുമ്പോൾ ഇത് ചെയ്യില്ലെന്നാ വിചാരിച്ചത്. പക്ഷെ അവരത് റുട്ടീനായിട്ട് അവരിപ്പോ അത് രാവിലെ എണിക്കുന്നു, കരാഗ്രഹ 4 ലൈനേ ഉള്ളൂ, അത് ചൊല്ലുന്നു. അപ്പൊ ബെഡിൽ ഇങ്ങനെ പതുക്കെ കാല് നമ്മൾ ഭൂമിയിലേക്ക് കുത്തുമ്പോ അത് നമ്മള് ഭൂമിദേവിനെ, അങ്ങനെ ഒരു വിശ്വാസമാണ് പണ്ടത്തെ നമ്മുടെ സംസ്കാരം എന്നുള്ള രീതിയിൽ. അപ്പം ഒരു ഭൂമി വന്ദനം, പേരൻസിന്റെ പാദവന്ദനം, അത് കഴിഞ്ഞിട്ടാണ് ഗുഡ് മോർണിംഗ് ചൊല്ലുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവര് യോഗ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും അത് യോഗയായിട്ട് നമ്മൾ കാണണം. അപ്പൊ അത് അവര് എന്ത് ചെയ്താലും, കയ്യോ കാലോ എങ്ങനെ ചെയ്താലും, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവര് ന്യൂസ് റീഡിംഗ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ നമുക്കത് ഒരു നോട്ട്ബുക്ക് ഉണ്ട്. അപ്പൊ അത് നമ്മളെല്ലാം ടിക്കിട്ട് വിടണമായിരുന്നു. അപ്പൊ അതെല്ലാം കൃത്യം എല്ലാ ദിവസവും അത് ചെയ്യണം. ഒറ്റ ദിവസമല്ല, സൺഡേ ആണെങ്കിലും ഏത് ദിവസം ആണെങ്കിലും അത് ചെയ്യണം. പിന്നെയാണെങ്കിൽ ഇവര് വൈകിട്ട് കിടക്കാൻ നേരത്ത് നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഒരു 10-15 മിനിറ്റ് അവര് ഓടിപ്പോയി ബെഡിലേക്ക് കിടത്തരുത്. അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു. എനിക്കത് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അവരതൊരു 10-15 മിനിറ്റ് എന്തെങ്കിലും ഒരു ചെറിയ പുസ്തകം, അവർക്ക് ചിലപ്പോൾ കളിക്കുടുക്കിയായിരിക്കും, എന്തും ആയിക്കോട്ടെ, ഒരു 10 മിനിറ്റ് അവരത് വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ എല്ലാവരുടെ അടുത്ത് വന്ന് ഗുഡ് നൈറ്റ് പറയുന്നു. പിന്നെ നമ്മള് ഫാദർ, മദർ, ഇപ്പൊ നമ്മുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടാവും, എല്ലാവരും കൂടി ബെഡിൽ ഇരുന്നിട്ട് കൈ പരസ്പരം അപ്പൊ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 മക്കളും, അപ്പൊ അങ്ങനെ വന്നാൽ ഞങ്ങൾ 4 പേരുടെയും കൈ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടേതായ ഓരോ വിശ്വാസത്തിന്റെ പുറത്തുള്ള എന്തെങ്കിലും ഒരു പ്രയറും ചൊല്ലിയേച്ചാണ് നമ്മൾ കിടക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവരത് കയ്യിലൊക്കെ നമ്മളെല്ലാവരും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം അവിടെ കൂടുതലായിട്ട്. അപ്പൊ അവര് ഒരു ദിവസം നമ്മളൊന്ന് പേരൻസ് ആരെങ്കിലും ഒന്ന് വൈകിയാലും കൂടി അവർ ഓടി വന്ന് പറയാം, അമ്മ ഇന്ന് പ്രയർ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന്. ഞങ്ങൾ അങ്ങനെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഭൂമി വന്ദനം ഉണ്ടെന്ന്. ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ ഫുള്ളായിട്ട് ഇതൊക്കെ ചൊല്ലുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മള് രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഭൂമിയുടെ തൊട്ട് നിറകിൽ വെച്ചിട്ടാണ് എഴുന്നേറ്റ് പോവാന്ന്. അത് എന്റെ അമ്മാമ്മ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന്
അച്ഛൻ പറഞ്ഞ അറിവുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അത് നല്ലതാണ്. ഭൂമിനെ വന്ദിക്കുന്നു, അതേപോലെ സൂര്യനെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ. കുളി കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മാമ്മ ശീലിച്ച ശീലങ്ങളാണ് ഞാൻ ഈ പറയണത്. അമ്മാമ്മ പോയിട്ട് സൂര്യനെ വന്ദിക്കും. ഫസ്റ്റ് തന്നെ സൂര്യനെ തൊഴുതിട്ടായിരിക്കും പിന്നെ അകത്തോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ശീലിക്കുന്നത് നല്ലതാണ്. ബെഡ്റൂം മാനേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞ കേട്ടോ. ഭൂമിയെ തൊട്ട് നമ്മൾ ഭൂമിയിലേക്ക് ചവിട്ടാൻ പോവാം. നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ഇനി മൊത്തം നമ്മൾ ഭൂമിയിൽ ചവിട്ടി ഇങ്ങനെ നടക്കാണ്. അതിന് മുമ്പ് ഭൂമി ദേവിനെ ഒന്ന് വന്ദിച്ചിട്ട് നമ്മൾ അതില് നടക്കുന്നു എന്നുള്ള എന്തൊരു രീതിയിലാണത് അങ്ങനെ പറയണേ കേട്ടോ. ഓക്കെ, നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം കേട്ടോ. എന്റെ താങ്ക്സ് ഇട്ടാടാ, ഞങ്ങൾക്ക് പുതിയൊരു അറിവായിരുന്നു അല്ലെ? നമുക്ക് എല്ലാവർക്കും പുതിയൊരു അറിവായിരുന്നില്ല അത്. താങ്ക് യു. നോക്കാം. ബെഡ്റൂം മാനേഴ്സ്. ഏർലി ടു റൈസ്, ഏർലി ടു ബെഡ് ഈസ് മസ്റ്റ് ഫോർ ഓൾ. എല്ലാവരും നേരത്തെ ഉണരണം. കുട്ടികളാണ്, നേരത്തെ ഉണരണം. അതേപോലെ നേരത്തെ ഉറങ്ങണം. നേരത്തെ അവർ ഉറങ്ങണം. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ട അവർക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. സോ അവർ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ എനർജി അവർക്ക് കിട്ടുള്ളൂ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ സ്റ്റുഡൻസ്. എല്ലാ കുട്ടികൾക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഫിനിഷ് ഓൾ ഡെയിലി ഡ്യൂട്ടീസ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ ഫിനിഷ് ചെയ്യുക. ആൻഡ് സേ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ദ പാരന്റ്സ് ആൻഡ് പ്രേ ടു ദ ഗോഡ്. നമ്മളിപ്പം ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് പറയും? ഗുഡ് നൈറ്റ് പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് പറയാം? ഗുഡ് മോർണിംഗ് പറയാം. നമ്മുടെ പാരന്റ്സിനോടും ഗ്രാൻഡ് പാരന്റ്സിനോടും പറയാം. അതേപോലെ തന്നെ പ്രേ ചെയ്യാം. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാൻ കിടക്കാനും. അതേപോലെ തന്നെ ഉണരുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇതേപോലെ ഒരു നല്ല ദിവസം എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് കടന്നുറങ്ങാം. അതേപോലെ ഇനിയും ഒരു ദിവസം നല്ലത് തന്നല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരാം. നല്ല ഹാപ്പി ആയിരിക്കും. ഏർലി ടു ബൂസ്റ്റ് ദ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. സോ ഗെറ്റ് അപ്പ് ഏർലി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ എഴുന്നേൽക്കാം. ഫിനിഷ് മോർണിംഗ് ഡ്യൂട്ടീസ് ഫാസ്റ്റ് ചെയ്യാം. നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാം. ആൻഡ് ഹെൽപ്പ് ദ പാരന്റ്സ് ഇഫ് ദേ ക്യാൻ. ഇനി നമുക്ക് എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആരോട്? പാരന്റ്സിനെ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യണം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. സ്റ്റാർട്ട് സ്കൂൾ അറ്റ് കറക്റ്റ് ടൈം. അത് നമുക്ക് സ്കൂളിലേക്ക് എത്താനായിട്ട് കറക്റ്റ് ടൈമിലേക്ക് നമ്മൾ എത്താൻ നോക്കുക. ഫോർ ദ എബവ് ടീച്ചേഴ്സ് ഇൻസ്ട്രക്ട് ദ സ്റ്റുഡൻസ് ആസ് ഫോളോ. താഴെ പറയുന്ന രീതിയിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞു. Get up early to do things yourself. Roll the bed neatly and carry in its right place. Adjust with your parents in their work. They only you can come to school early. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് സ്കൂളിൽ നേരത്തെ എത്താൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്? നേരത്തെ ഉണരണം. നമ്മളെ ബെഡൊക്കെ നല്ല രീതിയിൽ നീറ്റ് ആക്കി വെക്കണം. പില്ലോസ് അതേപോലത്തെ കാര്യങ്ങൾ ബാങ്കിലൊക്കെ എന്ത് ചെയ്യണം? റൈറ്റ് പ്ലേസിൽ വെക്കണം. ഇനി നമ്മൾ പാരന്റ്സിനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സഹായിക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേരത്തെ സ്കൂളിൽ എത്താൻ പറ്റുള്ളൂ എന്നാ പറയണേ കേട്ടോ. ഇനി ജനറൽ മാനേഴ്സ്. സാധാരണയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്? ടീച്ചേഴ്സ് ഷുഡ് വാച്ച് ദ സ്റ്റുഡൻസ് ടു ഹാവ് എ ഗുഡ് ജനറൽ മാനേഴ്സ്. നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അവർ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. കുട്ടികളെ ഒബ്സർവ് ചെയ്യണം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളിൽ നിന്നും അവർക്ക് മാനേഴ്സ് ഉണ്ടോ ഇല്ലെന്നൊക്കെ അറിയണത് നമ്മൾ ഒബ്സർവേഷനിലൂടെയാണ്. കുട്ടികളെ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. സോഷ്യൽ ബിഹേവിയർ ക്യാൻ ബി മേക്ക് എ മാൻ എക്സലന്റ്. നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് എക്സലന്റ് ആയിരിക്കും എന്നാ പറയുന്നത്. ജനറലി ടീച്ചേഴ്സ് ആർ ഗിവിംഗ് കമാൻഡ്സ് but they fail to watch whether they are following or not. ഇപ്പൊ ചിലവർ പറയും ഇന്ന രീതിയിൽ ചെയ്യണോട്ടാ, അച്ചടക്കത്തോടെ പോണോട്ടാ, ക്യൂ ആയിട്ട് പോണോട്ടാ എന്നൊക്കെ പറയാൻ മാത്രമല്ല ചെയ്യേണ്ടത്. ഇവർ പറയുന്നത് ടീച്ചേഴ്സ് അത് ഫോളോ ചെയ്യാൻ മറന്നു പോകുന്ന, അത് നമ്മൾ ഫോളോ ചെയ്യണം. കുട്ടികൾ അങ്ങനെയാണോ ചെയ്യണമെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. It is the duty of the teachers to give instructions and dictate whether they are following. അപ്പൊ നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, മാനേഴ്സ് പറഞ്ഞു കൊടുക്കുക. പുറത്ത് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൈയും കാലും പുറത്തോട്ട് ഇടരുത്, അത് മാനേഴ്സ് ആണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. സ്കൂൾ ബസ്സിലൊക്കെ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അപ്പൊ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പും കൂടി വരുത്തണം.
If they fail to follow, they should punish them and make them follow. എന്ന് വെച്ചാൽ നമ്മളവര് പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് എന്തെങ്കിലും പോയംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ പറയാം. അതുവഴി അവരെ ഫുൾ ആ മാനേഴ്സ് എന്ത് ചെയ്യുക ഫോളോ ചെയ്യിപ്പിക്കും. അതർവൈസ് ദേ വുഡ് നോട്ട് ഹാവ് എ ജനറൽ മാനേഴ്സ്. അല്ലാത്ത പക്ഷം അവർ ജനറൽ മാനേഴ്സ് അക്യൂർ ചെയ്യില്ല. മാക്സിമം കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ആ ഗുഡ് മാനേഴ്സ് ഫോളോ ചെയ്യിപ്പിക്കാം. മാൻ എന്ന് പറയുന്നത് സോഷ്യൽ ആനിമൽ ആണ്, നമുക്കറിയാലോ, സോഷ്യൽ ബീയിങ് ആണ്. സോ ഹി ഹാസ് ടു അഡ്ജസ്റ്റ് വിത്ത് എവരി വൺ. നമ്മളെല്ലാവരും മറ്റുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അല്ലാതെ നമുക്ക് മാത്രം ജീവിക്കാനായിട്ട് പറ്റുന്ന സൊസൈറ്റി അല്ല നമുക്കുള്ളത്. നമ്മളെല്ലാവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഹി ഹാസ് ടു കംപ്ലൈ വിത്ത് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇപ്പൊ പുതിയൊരു റൂള് വന്നിട്ടില്ലേ? 2 വീലറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് പുതിയ റൂൾ എന്ന് അറിയോ ആർക്കെങ്കിലും? പുതിയൊരു റൂള് 2 വീലറിൽ December 1 മുതൽ വന്നിരിക്കുന്ന റൂളാണ്. 2 വീലറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പാരന്റ്സ് ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. അതെന്തുവാ അറിയോ? ഹെൽമെറ്റ്. അത് മുമ്പ് 2 പേർക്കായിരുന്നില്ലേ ഹെൽമെറ്റ് പറയുന്നത്? ഇപ്പൊ കുട്ടികൾക്ക് പറയുന്നുണ്ട്. കാരണം കുട്ടികൾക്കും കൂടി പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടുതലായിട്ട് റോഡ് അപകടങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടുന്നതായിട്ട് റിപ്പോർട്ട് വന്നപ്പോ കുട്ടികൾ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണമെന്ന് പുതിയൊരു റൂൾ വന്നിട്ടുണ്ട്. സോ നമ്മളത് ആദ്യം കുട്ടികൾക്ക് ഹെൽമെറ്റ് എന്നൊക്കെ പറയുമ്പോൾ തമാശയാന്നൊക്കെ വിചാരിക്കുമെന്ന്. ഇപ്പൊ പക്ഷെ നമ്മളത് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയില്ലേ? ഇപ്പൊ മിക്കവരും കുട്ടികൾക്ക് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ചെയ്തോ? ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടു ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ചെറിയ ഹെൽമെറ്റുകൾ. എനിക്കത് കമ്പൽസറി ആയിട്ട് വേണം. അതേപോലെ തന്നെ 4 വയസ്സിന് ശേഷമുള്ള കുട്ടികളെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ബൈക്കുകളിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പുതിയ റൂളുണ്ട് കേട്ടോ. നമ്മളാ ചെറിയ കാര്യങ്ങള് അത് പറ്റാത്തവരാണെങ്കിൽ അത് എന്ത് ചെയ്യാം? നമുക്കത് നോക്കാം. ചില കാര്യങ്ങൾ നമ്മളത് ഫോളോ ചെയ്യാം. കാരണം കുട്ടികളുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ എത്ര സേഫ് ആയിട്ട് വണ്ടി ഓടിക്കണോ അല്ലെങ്കിൽ നമ്മളെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് മതി എന്ത് ചെയ്യാനായിട്ട്? മരണം സംഭവിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചതൊക്കെ അറിയോ? കഴിഞ്ഞ ദിവസമാണ് ഒരു 5 മെഡിക്കൽ വിദ്യാർത്ഥികള് ന്യൂസിലൊന്നും വായിച്ചില്ലേ? അതും അതിലൊരാള് നമ്മളെ നാട്ടുകാരനാ, കണ്ണൂര് മാട്ടൂർ വന്നിട്ട് മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന കുട്ടി. നിങ്ങളുടെ അവിടെ നിന്നുള്ളതാ? എവിടെ നാട്? അടുത്തുള്ള സ്ഥലമാണ്. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിന്റെ ഭാഗത്ത് ആണല്ലേ? പാലക്കാട് ഒരു കുട്ടിയുണ്ട്, ശ്രീദീപ് വത്സൻ പറഞ്ഞിട്ടൊരു കുട്ടി, പാലക്കാടാണ്. നമുക്കൊക്കെ വിഷമം തോന്നുന്ന കാര്യം. കുട്ടികളാണ്, മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, നാളത്തെ ഡോക്ടർമാരാവേണ്ട മക്കളാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിഷമം തോന്നുന്ന ഒരു കാര്യം ന്യൂസാണ് നമ്മളത് കണ്ടത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഞാനത് പറഞ്ഞ റോഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കാര്യമാണ്. സൊസൈറ്റിയിലുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ മാക്സിമം ഫോളോ ചെയ്യാം. ഓവർ സ്പീഡ് ആയിരുന്നില്ലേ വണ്ടി? അതുകൊണ്ടാണ് കൂടുതലായിട്ട് അപകടം പറ്റിയത്. ഓവർടേക്ക് ചെയ്ത് വന്ന് വണ്ടി ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കാം? KSRTC ബസിന്റെ പേരിലായിരിക്കും വരും. കാരണം മാക്സിമം KSRTC ബസ് ഒതുക്കിയാ കൊണ്ടുവന്നത്, എന്നിട്ട് ചെന്ന് കയറിയതാണ്. ഒന്നും പറയാൻ പറ്റിയ ആർക്ക് പോയി? ആ പാരന്റ്സിന്, അവരുടെ പാരന്റ്സിന് പോയി. അപ്പൊ അങ്ങനെ ചെറിയ റൂൾസുകൾ, ഇപ്പൊ നമ്മൾ പൊതുസ്ഥലത്ത് തുപ്പരുത്, അല്ലെങ്കിൽ ചുമക്കരുത്, അതേപോലെ തുമ്മരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അറിയാം, നമ്മളിങ്ങനെ ചുമക്കുമ്പോൾ ഒരുപാട് അണുക്കൾ പുറത്തേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതേപോലെ തുമ്മുമ്പോൾ സിറ്റ് ചെയ്യണത് വാഷ് ബേസിനിൽ മാത്രം എന്ത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാം. അതൊക്കെ നമ്മളൊരു സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ പോലെ തന്നെ അത് ഫോളോ ചെയ്യാൻ നല്ലതായിരിക്കും. നമ്മളുടെ നാട്ടിൽ മാത്രം, ഇന്ത്യയിൽ മാത്രം എങ്ങനെയൊക്കെ ഉള്ളു പൊതുസ്ഥലത്ത് ഇങ്ങനെ സ്കിറ്റ് ചെയ്യണത്, അതേപോലെ യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പുറം രാജ്യത്തെ ഞാൻ പോയി കഴിഞ്ഞാൽ നല്ല ഫൈൻ പേടിച്ചിട്ടാവുമാരെ ഒന്നും ചെയ്യില്ല. നമ്മളായാലും പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കൾച്ചറാണ് നമ്മൾ ഫോളോ ചെയ്യാം. എന്നിട്ട് പറയും അവിടെ നല്ല രസമാണ്. നമ്മൾ ഇവിടുത്തെ കൾച്ചർ അത് ഇവിടെ അങ്ങനെ ചെയ്യാണ്ട് അവിടെ പോയിട്ട് അതൊക്കെ ഫോളോ ചെയ്യും. ഇവിടെ ഫോളോ ഒന്നും ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ ഇവിടെ എന്ത് വന്നാലും പ്രശ്നം ഉണ്ടാകുന്ന ആ രീതിയിലാണ് ആൾക്കാർ പെരുമാറുന്നത്. അപ്പൊ നമ്മൾ സൊസൈറ്റിയിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെറുപ്പത്തിലെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാം.
പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കാം. ഹെൽപ്പിംഗ് അതേഴ്സ് എക്സ്പെഷ്യലി നീഡി എന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് എൽഡേഴ്സിന് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഹെൽപ്പ് ചെയ്യണത് കുട്ടികളെ പറഞ്ഞു കൊടുക്കാം. അവോയ്ഡ് ടോക്കിംഗ് ടോളിംഗ് ഇൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും അപായം വരുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. അവോയ്ഡ് പ്രൈഡ്, എജർനെസ്, ആകാംക്ഷകളൊക്കെ കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അവോയ്ഡ് ലേസിനെസ്, മടി ഒഴിവാക്കണം നല്ലതായിരിക്കും. അവോയ്ഡ് കമ്മിറ്റിംഗ് സയൻസ് എന്ന് വെച്ചാൽ ബീറ്റ് ചെയ്യാം. മറ്റു കുട്ടികളൊക്കെ ഭയങ്കര ഫൈറ്റ് ആയിരിക്കും അല്ലേ, ചെറിയ പിള്ളേർ പറയുമ്പോൾ ഒത്തിരി കുറുമ്പന്മാരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് മറ്റുള്ളവരെ ബീറ്റ് ചെയ്യണത്, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റീൽ ചെയ്തെടുക്കണത്, ഫൈറ്റ് ചെയ്യണത്, ബാഡ് വേർഡ്സ് പറയണത്. നമ്മൾ ബാഡ് വേർഡ്സ് കുട്ടികളോട് പറയണം, ബാഡ് വേർഡ്സ് പറയരുത്, നിങ്ങൾ ശീലിക്കരുത്. ഇനി എങ്ങാനും കുട്ടികൾ ബാഡ് വേർഡ്സ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പാരന്റ്സിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ സ്കൂളിൽ ബാഡ് വേർഡ്സ് പഠിപ്പിക്കുന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് ബാഡ് വേർഡ്സ് കിട്ടുന്നെങ്കിൽ അത് വീട്ടിൽ നിന്നായിരിക്കണം. അപ്പൊ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടി എന്ത് പറയരുത്, ബാഡ് വേർഡ്സ് പറയരുത് എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അവർക്ക് പേടി ഉണ്ടാവും. എന്താണ് കുട്ടികൾ കേൾക്കാണ്ട് ബാഡ് വേർഡ്സ് ഒക്കെ പറയുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും കുട്ടികൾ കേൾക്കാണ്ട്, മാക്സിമം കുട്ടികൾ കേൾക്കാണ്ട് എന്ത് ചെയ്യാം, അത് പറയാനായിട്ട് ശ്രമിക്കാം. ഒബൈ എൽഡേഴ്സ്, മറ്റുള്ളവര് മൂത്തവര് പറയുന്നത് അനുസരിക്കാം. ലവിങ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഡ്യൂട്ടി ഓഫ് കോൺഷ്യസ്, റിസീവിങ് അതേഴ്സ് വിത്ത് വാം വേർഡ്സ്, മറ്റുള്ളവരോട് നല്ലൊരു വാം വേർഡ് വഴി എന്ത് ചെയ്യാം, അവരെ റിസീവ് ചെയ്യാം. യൂസിങ് പൊളൈറ്റ് വേർഡ് ലൈക്ക് താങ്ക് യു. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, താങ്ക് യു പറയാം. ഇനി നമുക്ക് എന്തെങ്കിലും കാര്യം പറയേണ്ട എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്തെങ്കിലും പറയുമ്പോൾ പ്ലീസ് ഗീവ് മീ ദ വാട്ടർ, അല്ലെങ്കിൽ പ്ലീസ് ഗീവ് മീ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ വേർഡ്സിൽ കൂടെ നമുക്ക് അവരെ ആ ഒരു ശീലങ്ങൾ ശീലിപ്പിക്കാൻ പറ്റും. സോറി പറയാൻ പഠിപ്പിക്കാം. ചില ആൾക്കാര് ഇപ്പോഴും ആൾക്കാർ വലിയ നമ്മൾ പറയാനുള്ള ആൾക്കാരൊന്നും സോറി പറയില്ല, കാരണം അവർക്ക് അത് ഭയങ്കര ഷെയിമായിട്ടൊക്കെ ഫീൽ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യാം, സോറി പറയിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ ശീലിപ്പിക്കാൻ നല്ലതായിരിക്കും. ഞാൻ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞ സോറി ആയിരിക്കുള്ളൂ. ചെറുപ്പത്തിലെ ശീലിച്ചേട്ടാ, എന്റെ ടീച്ചേഴ്സ് ശീലിപ്പിച്ചാണ്. എന്തെങ്കിലും ചെറിയ പ്രശ്നം ആ സോറി ഇട്ടാ, അങ്ങനെ പറഞ്ഞ് അതിന്റെ ശീലിച്ചു. ഞാനിപ്പോ ആരെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ സോറി ഇട്ടാ, എനിക്ക് അറിയാണ്ട് പറ്റിയതാന്ന് ഞാൻ പറയും. അതേപോലെ എന്ത് ചെറിയൊരു പ്രശ്നമാണെങ്കിലും അപ്പൊ പറയും സോറി. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ശീലിച്ചു പോയതുകൊണ്ടാണ് എപ്പോഴും സോറി പറയും. എന്നോട് പറയും നീ എപ്പോഴെപ്പോഴും സോറി പറയണേ. അപ്പൊ ഞാൻ പറയും ഞാൻ അങ്ങനെ പറഞ്ഞു പോണേണ്, ഓട്ടോമാറ്റിക്കലി വന്നതാണ്. സോറി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. അഡ്ജസ്റ്റിംഗ് വിത്ത് അതേഴ്സ് ടു ഡെവലപ്പ് ഗുഡ് ജനറൽ മാനേഴ്സ് ഇൻ സ്റ്റുഡൻസ്, മറ്റുള്ളവരായിട്ട് കുട്ടികളിൽ ജനറൽ മാനേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു പോവാം. സോ ടീച്ചേഴ്സ് ഷുഡ് റിമെമ്പർ ദ എബവ് തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. കുട്ടികളിൽ ഓർമ്മിപ്പിക്കേണ്ട ഡ്യൂട്ടി ആദ്യമാണ് നമ്മൾ ടീച്ചേഴ്സിന്റെ ആണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് നമ്മൾ എന്തെങ്കിലും കുട്ടികളെ ഓർമ്മിപ്പിക്കണം, താങ്ക് യു പറയാൻ ശീലിപ്പിക്കണം. ഇപ്പൊ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരൂലേ കുട്ടികൾ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് വരുമ്പോൾ, ചോക്ലേറ്റ് പറയുമ്പോൾ വിഷ് ചെയ്യാനും പഠിപ്പിക്കണം. അതേപോലെ തന്നെ താങ്ക് യു പറയിപ്പിക്കണം. ആദ്യം തന്നെ എന്ത് ചെയ്യണം, വിഷ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവരോട് എന്ത് പറയണം, അപ്പൊ ആ കുട്ടീനോട് എന്ത് പറയണം, ബർത്ത്ഡേ വിഷ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യാം, ചോക്ലേറ്റ് കൊടുക്കുമ്പോ താങ്ക് യു പറയാനായിട്ട് ശീലിപ്പിക്കുക. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ടീച്ചറിനോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, എക്സ്ക്യൂസ് മീ മിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ പറയുക. പ്ലീസ് ഗീവ് മീ ദ പെൻ, അല്ലെങ്കിൽ പ്ലീസ് ഗീവ് ദ ബുക്ക്, അങ്ങനെയൊക്കെ ചെറിയ വേർഡുകൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. നമ്മുടെ ഡ്യൂട്ടിയാണ് ഈ പറയണത്. സോറി പറയാനായിട്ട് പഠിപ്പിക്കണം. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി അറിയാൻ പറ്റിയതാണെന്ന് പറയാനായിട്ട് കുട്ടികളെ തയ്യാറാക്കേണ്ടത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് ചെയ്യണം. ജനറൽ മാനേഴ്സ് കുട്ടികൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ചാപ്റ്റർ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു നോക്കിയാലോ? യെസ് മാം. ടീച്ചർ. ഓക്കേടാ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഞാൻ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എല്ലാവരും പഠിക്കണമെങ്കിണ്ടല്ലോ, ഡെയിലി എടുക്കുന്ന പോർഷൻസ് ഡെയിലി പഠിച്ചൊക്കെ പോണില്ലേ? അപ്പോ നമുക്ക് എക്സാം ഒക്കെ അടുത്താറായിട്ടുണ്ട്. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി പഠിക്കാട്ടെ എല്ലാവരും, കേട്ടാ? മിസ് എക്സാമിന്റെ മോഡൽ പേപ്പർ ഉണ്ടാവോ? മോഡൽ എക്സാം ആണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ. നമ്മുടെ മൊഡ്യൂൾ 1 മോഡൽ എക്സാം ആണ് ആദ്യം നടക്കുക. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 2 എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സാറോ അല്ലെങ്കിൽ ജിഷ ടീച്ചറോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 2, നെക്സ്റ്റ് മൊഡ്യൂൾ 3, പിന്നെ ലാസ്റ്റ് ഫൈനൽ എക്സാം ആണെന്നാണ് തോന്നുന്നത്. ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ കേട്ടോ, കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. പഴയ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം, ഓർത്തെടുക്കാൻ നോക്കുക. ഒന്ന് പഠിച്ചു തുടങ്ങിക്കോ അല്ലെ? ടൈം ആയില്ലേ? നമ്മൾ ഈ ജേർണി മാത്രമാണുള്ളൂ. എന്താണ്? മൊഡ്യൂൾ 1ന്റെ മൊഡ്യൂൾ 1 മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങാം. പഴയ ഒരുപാട് നാൾ മുമ്പ് എടുത്ത വെച്ച പോർഷൻസ് ഒക്കെ മറന്നുപോയിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ടൈം ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് റിവൈസ് ഒക്കെ ചെയ്യാം. ഒരുപാട് പേര് എന്താ പറയാ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാം, വീട്ടിലൊക്കെ ഇരുന്ന് കിട്ടുന്ന സമയത്ത് നമുക്ക് അതൊന്ന് റെഫർ ചെയ്ത് നോക്കണൊക്കെ നല്ലതായിരിക്കും, ഓർത്തെടുക്കാനായിട്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഏതാണ് അടുത്ത ചാപ്റ്റർ? സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു. മോഡൽ എക്സാം ജനുവരിയിലായിരിക്കും. അറിഞ്ഞു, ഡേറ്റ് ഒന്ന് അറിഞ്ഞുവിടുക. ഡേറ്റ് ഒക്കെ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങൾ പോർഷൻ തീർക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അത് ഞങ്ങൾ പോർഷൻ തീർന്നിട്ട് മോഡൽ എക്സാം. എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയല്ലേ? ഒബ്ജക്റ്റീവ്സ് ഓപ്ഷൻസ് ആയിരിക്കുള്ളൂ.
ഓക്കെ, സിമ്പിൾ ആയിരിക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിരിക്കും. ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം ആയി, പഠിച്ചു തുടങ്ങാറായി എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് അതിന് വേണ്ടിട്ട് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതില് ലൈവില് വരാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് ഈ മോഡൽ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും? അല്ല, അവർക്ക് മോഡൽ എക്സാം ഉണ്ട്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ അവർ അന്നത്തെ ദിവസം ആ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കുള്ള ദിവസം തന്നെ മോഡൽ എക്സാം ലൈവായിട്ടാണ് എടുക്കുന്നത് എക്സാം. നിങ്ങൾ ഗൂഗിൾ മീറ്റ് ഒരു ലിങ്ക് ഉണ്ടാവും, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അത് കയറണം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ ടൈമിലായിരിക്കുള്ളൂ, അതിന്റെ മാർക്ക് അപ്ലോഡ് ആവും. കുറച്ച് ഇത്തിരി ഇതുണ്ട്. എക്സാം ആവുമ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ, എങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. പിന്നീട് നമുക്ക് ഫ്രീ ആവുമ്പോ ചെയ്യാൻ പറ്റുന്നത് പോലെ ആയിരിക്കില്ല അല്ലെ? ടൈമിൽ മാത്രം ഓക്കെ, അവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, അന്ന് ആ എക്സാം കറക്റ്റ് ആയിട്ട് അന്നത്തെ ദിവസം അറ്റൻഡ് ചെയ്യണം. ജസ്റ്റ് ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് പറയൂ കേട്ടോ. ഞാൻ പഠിച്ചു തുടങ്ങാറായി, മുമ്പ് എടുത്തു വെച്ച പോർഷൻസ്, നമ്മുടെ പോർഷൻ തീരാറായല്ലോ, അതുകൊണ്ട് മുമ്പ് എടുത്തു വെച്ച പോർഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക, പഠിച്ചു തുടങ്ങുക എന്നുള്ള ടൈം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചർ. സൈൻ ഔട്ട് അറിയാൻ പറയുമോ? ഇല്ല? ഓക്കെ, താങ്ക് യു.